ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാവണന്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. തത്ര വിഭീഷണൻ ചൊന്നാനിവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ. യോഗ്യമല്ലേതുമടിയനിവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ട് ഏറ്റവും വന്ന ബഹുമാനമോടെ രഘൂത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട്, മദ്ബാണമേറ്റുരണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരനേറ്റിത് പാപങ്ങൾ വൈരവും ആ മരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്കതിന് ഏതുമകപ്പെടാ. ചന്ദനഗന്ധാദി കൊണ്ട് ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്ത വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായി ഉദകക്രിയയോ ചെയ്ത് നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്ന് ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ. മാതലിയോ രഘുനാഥനെ വന്ദിച്ച് ജാതബോധം പോയി സുരാലയം മേവിനാൻ. ചെന്ന് നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും. വിഭീഷണൻ ശ്രീരാമനോട് പറയുകയാണ്, ഇത്രയും പാപം ചെയ്ത ഒരു വ്യക്തി ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് എനിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താൻ പ്രയാസമുണ്ട്. അപ്പോൾ ശ്രീരാമൻ വിഭീഷണനോട് പറയുകയാണ്, എൻ്റെ ബാണങ്ങൾക്ക് ഇരയായി മരിച്ചതുകൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ശത്രുത മരണം വരെ മാത്രമേ നിലനിൽക്കാവൂ. രാവണന് നന്മ വരും. ശേഷക്രിയകൾ ചെയ്യണം. നിനക്ക് ഒരു ദോഷവും വരികയില്ല. മഹർഷിമാരോടൊപ്പം വിഭീഷണൻ ചിതയൊരുക്കി വസ്ത്ര ആഭരണങ്ങളെ കൊണ്ട് ദേഹം അലങ്കരിച്ചു. ചന്ദന തൈലം പൂശി അഗ്നിഹോത്രം ചെയ്തവരെ സംസ്കരിക്കുന്നത് പോലെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ജ്യേഷ്ഠന് വേണ്ട ഉദകക്രിയകളൊക്കെ ചെയ്ത് സ്ത്രീജനങ്ങളെ ആശ്വസിപ്പിച്ചു. ശ്രീരാമപാദം വണങ്ങി മാതുലി സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. എല്ലാം കണ്ടു നിന്നവരും സ്വന്തം ഭവനങ്ങളിലേക്ക് തിരികെ പോയി. ലക്ഷ്മണനോടരുൾ ചെയ്തു രാമനും രക്ഷോവരനാം വിഭീഷണനായി മയാ ദത്തമായൊരു ലങ്കാരാജ്യമുൾപ്പുക്ക് ചിത്തമോദാലഭിഷേകം കഴിക്ക നീ എന്നതു കേട്ട് കവിവരന്മാരോടും ചെന്ന് ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാതി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ച് വാദ്യഘോഷത്തോടെ താപസന്മാരുമായി ആർത്തു വിളിച്ചഭിഷേകമോ ചെയ്ത് ഭൂമിയോ ചന്ദ്രദിവാകരരാതിയും രാമകഥയുമുള്ളന്നു വിഭീഷണൻ ലൗകേശനായി വാഴുകന്ന് കിരീടാദ്യാലങ്കാരവും ചെയ്ത് ദാന പുരസ്കൃതം പൂജ്യനായൊരു വിഭീഷണനായിക്കൊണ്ട് രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിത് വാച്ച കുതൂഹലം പൂണ്ട് വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന് ആസ്തയ രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്ത് വിഭീഷണനാദരാൽ നക്തഞ്ചൻ
നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിന. ഇപ്പോൾ കൃതകൃത്യനായേനഹം എന്ന് ചിത്പുരുഷൻ പ്രസാദിച്ചരുളീടിന. അഗ്രേ വിനീതനായി വന്നിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തിതു രാഘവൻ. ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ. ത്വൽസഹായദ്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചത് നിശ്ചയം. ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയോ ചങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, രാക്ഷസ ശ്രേഷ്ഠനായ വിഭീഷണനെ ഞാൻ നൽകിയ ലങ്കാരാജ്യത്തിലെ രാജാവായി അഭിഷേകം ചെയ്താലും ലക്ഷ്മണൻ, വാനരന്മാർ, അവശേഷിച്ച രാക്ഷസന്മാർ എന്നിവർ ചേർന്ന് സ്വർണ്ണ കലശങ്ങളിൽ തീർത്ഥങ്ങളൊക്കെ നിറച്ച് വാദ്യഘോഷങ്ങളോടെ വിഭീഷണനെ അഭിഷേകം ചെയ്തു. സൂര്യചന്ദ്രന്മാരും രാമായണ കഥയും ഉള്ളിടത്തോളം കാലം വിഭീഷണൻ ലങ്കാധിപതിയായി വാഴട്ടെ എന്ന് അനുഗ്രഹിച്ച് ദാനങ്ങൾ നടത്തി. വിഭീഷണന് രാജ്യം കാഴ്ചവെച്ചു. വിഭീഷണൻ തനിക്ക് കിട്ടിയ കാഴ്ച വസ്തുക്കളൊക്കെ രാമപാദങ്ങളിൽ അർപ്പിച്ച് നമസ്കരിച്ചു. വിഭീഷണന്റെ സന്തോഷത്തിനായി രാമൻ അതെല്ലാം സ്വീകരിച്ചു. ഞാനിപ്പോൾ കൃതകൃത്യനായി എന്ന് പറഞ്ഞ് മുൻപിൽ വണങ്ങി നിൽക്കുന്ന സുഗ്രീവനെ നോക്കി രാമൻ പറയുകയാണ്, ആഗ്രഹിച്ചതെല്ലാം നമ്മൾ നേടി. ഇവൻ്റെ സഹായം കൂടി ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് രാവണനെ കൊല്ലുവാൻ സാധിച്ചത്. അങ്ങനെ ലങ്കാധിപതിയായി വിഭീഷണനെ അഭിഷേകം ചെയ്തു. ശ്രീരാമചന്ദ്ര കൃപലോ ഭജമന ഹരണഭാവഭയദാരുണം നവകഞ്ചലോചന പഞ്ചമുഖകര കഞ്ചപാദ കഞ്ചാരുണം ശ്രീരാമ